നമസ്കാരം. ചാനൽ 91 ന്യൂസ് ജനപഞ്ചായത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. TM ഡോൾഗോ പേരുകൊണ്ട് തന്നെ വ്യത്യസ്തനായ, പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറെ വ്യത്യസ്തനായ ഒരു വാർഡ് മെമ്പറും പ്രശസ്തനായ അഡ്വക്കേറ്റുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ മുരുക്കുംപാടം ജെട്ടി വാർഡ് 13 വളരെ ചിരപുരാതനമായ ഒരു വാർഡ് കൂടിയാണ്. ഈ ഒരു വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർ യുവത്വമാണ്. പേരുപോലെ തന്നെ വിപ്ലവ പ്രസ്ഥാനമായ SFIയിൽ നിന്ന് ആരംഭിച്ച് ശിവസേനയിലൂടെ ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനാർത്ഥിയായി BJPയിലെത്തി നിൽക്കുകയാണ്. കേന്ദ്ര നേതൃത്വവുമായി വളരെ നല്ല അടുപ്പമുള്ള മസ്ദൂർ ഒരു തൊഴിലാളി സംഘടനയാണ് BJPയുടെ. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സർ. ജനപഞ്ചായത്ത് ജനങ്ങൾക്ക് മുന്നിലേക്കുള്ളൊരു തുറന്ന വാതിലാണ്. വിവിധ പാർട്ടികൾ ഭരിക്കുന്ന നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ ഓരോ മെമ്പർമാരും എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു എന്നതിൻ്റെ ഒരു യഥാർത്ഥ മുഖം. ഈ ഒരു 13ാം വാർഡിൽ അങ്ങയുടെ സുപ്രധാനമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിന് മുന്നോടിയായി ഈ ഒരു ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ 22ാം വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പം 40 വയസ്സായി. 40 വയസ്സായി. അപ്പോൾ ആദ്യം MA ജോസഫ് മണവാളൻ എന്നൊരു എറണാകുളത്തെ ലീഡിംഗ് വക്കീലിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു 2 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്നീട് ഇൻഡിപെൻഡൻ്റായി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു 6 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഒപ്പമുണ്ട് അസോസിയേറ്റ്സ്, വെരി ഗുഡ്, അസിസ്റ്റൻ്റ്. അങ്ങനെ നല്ല രീതിയിൽ പ്രൊഫഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരു രാഷ്ട്രീയക്കാരന് ഏറ്റവും അത്യാവശ്യം പൊതുപ്രവർത്തനത്തിനോടൊപ്പം സ്വന്തമായിട്ട് വരുമാനമുള്ള ഒരു തൊഴിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പലർക്കും അതില്ല. സംസ്ഥാനത്തല്ല, രാഷ്ട്രീയ പ്രവർത്തകരിൽ 99% പേർക്കും അതില്ല. അവരുടെ പ്രധാന തൊഴിൽ രാഷ്ട്രീയമാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പം നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് പോലെ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട ആ ഒരു സംവിധാനം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ട്, ഒരു തൊഴിലുണ്ട്. ആ തൊഴിലെടുത്ത് നമ്മൾ കുടുംബം പുലർത്തുന്നു, ജീവിക്കുന്നു. ഈ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ കുടുംബം എറണാകുളത്തെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ്സ് ഉള്ള ഒരു കുടുംബമാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാം. അല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ മദറിൻ്റെ വീടാണ്. അപ്പോൾ അദ്ദേഹം ആ മദറിൻ്റെ വീട്ടിൽ ഏകദേശം ഒരു 10-ലധികം വക്കീൽമാരുണ്ട്. അത് ശരി, 10-ലധികം വക്കീൽമാരുള്ളൊരു ഫാമിലിയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേസ് നടത്തുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കേസ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ആ ഒരു എന്താ പറയുക, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ജീൻ അതുണ്ടല്ലോ. അപ്പോൾ അതും കണ്ടു വളർന്നു. അതിലേക്ക് കണ്ടു വളർന്നു. ചെറുപ്പം തുടങ്ങി ഈ കറുത്ത കോട്ടിട്ട ആൾക്കാരെ കണ്ട് അമ്മമാരായാലും അവരെയൊക്കെ കണ്ടു വളർന്നു. കാരണം പഞ്ചായത്ത് മെമ്പറായ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ 5 ടേമും 4 ടേമൊക്കെ മെമ്പറായ ആൾക്കാരുണ്ട്. 5 ടേം മെമ്പറായ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരാണ് ഇരുന്നിരുന്നിരുന്ന് പഴക്കമുള്ള ആൾക്കാരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറിയപ്പോൾ ഞാൻ ഓർത്തു ഇത് നമുക്ക് പറ്റിയ പരിപാടിയായിരിക്കും അഡ്മിനിസ്ട്രേഷൻ എന്നൊരു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോഴേക്ക് നമ്മൾ ഈ വക്കീൽ പണി LLB പാസ്സായിട്ടല്ല, LLB പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. കോടതിയിൽ പോയി ആ ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ ഒരു സർക്കാരിൽ നിന്നൊരു കാര്യം നേടിയെടുക്കാം എന്നുള്ള ആ ഒരു പ്രാക്ടീസാണ് ശരിക്കും കോടതിയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2 ആഴ്ച കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു 5ാമത്തെ ടേമും മെമ്പറായ ഒരാൾ അവിടെ പഞ്ചായത്തിലിരിക്കുന്നു, അവരുടെ വാർഡിൽ എങ്ങനെ ഒരു വികസന പ്രവൃത്തി ഒരു കൊണ്ടുവരും, അതുപോലെ തന്നെ എൻ്റെ വാർഡിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 60 വർഷത്തെ ഇടതുപക്ഷ സഞ്ചാരമുണ്ട് കുടുംബത്തിൽ. ഏറ്റവും പേര് കേട്ട ഇടതുപക്ഷ കുടുംബം. അതിൽ നിന്ന് അതിൻ്റെ നേരെ എതിർവശത്തുള്ള BJP ചേരിയിലേക്ക് ഒരു അഡ്വക്കേറ്റ്, അത് പുതുതലമുറയിൽ. എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം സംഭവിച്ചത്? ഇടത് ചേരി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അതിനെ ചെറുതാക്കാൻ പറ്റില്ല. ഇനി രാജ്യം വിഭജിക്കപ്പെടാനോ രാജ്യത്തിൽ വിധ്വംസ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനോ പാടില്ല. അപ്പോൾ അതിനെ എനിക്ക് BJP ആണോ ഒരു അവസാന സൊല്യൂഷൻ? അതിന് BJP എന്നല്ല, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വിത്ത് ബെറ്റർ ഐഡിയോളജി. അപ്പോൾ ഐഡിയോളജി നല്ലതായിട്ട് തോന്നി. കാരണം ഓരോ സാറിനെ ആകർഷിച്ചത് ഹിന്ദുത്വമല്ല. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമല്ലേ? ഹിന്ദുത്വം അല്ല, ഒരിക്കലും അല്ല.
ഡെഫിനറ്റ്ലി അല്ല. കാരണം ഇസ്ലാം സഹോദരങ്ങളില്ലാത്ത, ക്രിസ്ത്യൻ സഹോദരങ്ങളില്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദുസ്ഥാനല്ല. അപ്പം അതുകൊണ്ട് ഹിന്ദുത്വമല്ല എന്നെ ആകർഷിച്ചത്. അതൊരു നല്ല വാക്കാണ് അല്ല ഇപ്പോൾ പറഞ്ഞത്. അല്ല, അത് ഡെഫിനറ്റ്ലി അല്ല. എവിടെയും പറയും ഹിന്ദുത്വമല്ല എന്നെ ആകർഷിച്ചത് ദേശീയതയാണ്. സാർ, ഈ ഇത് പറയുമ്പോഴും നമ്മുടെ ഏകപൗരത്വ നിയമ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ധാരാളം തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. തെറ്റിദ്ധാരണ നിയമം പറഞ്ഞാൽ മതി, മാറിക്കോളും. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ചുരുക്കി ഒന്ന് പറയാമോ, എന്താണ്? അല്ല, ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല. എങ്കിലും ഇത് അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടേണ്ടതാണോ? ഒരിക്കലും അല്ല. ഒരു സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നത് കൊണ്ട് ഒരു കാരണവശാലും ഒരു ഇന്ത്യൻ മുസ്ലിമിന്റെയും, അതായത് കേരളത്തിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിന്റെയും പൗരത്വം പോകില്ല. അത് തെറ്റിദ്ധാരണയാണത്. അത് ഈ പറയുന്നത് പോലെ ഇങ്ങോട്ടേക്ക് കടന്നുകൂടിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ബംഗ്ലാദേശ് സൈഡ്, അല്ലെങ്കിൽ മറ്റേ പഞ്ചാബിന്റെ കിഴക്കൻ സൈഡുകൾ, ആ ഭാഗത്തു നിന്നുള്ള ഇൻവെൻഷൻ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കടന്നുകയറ്റം, മൈഗ്രൻസ്, അവർക്കാണ് അത് ബാധിക്കുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഈ എറണാകുളത്തെയോ കൊല്ലത്തെയോ മലപ്പുറത്തെയോ ഒരാളുടെ പോലും പൗരത്വം പോകില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ആ നിയമം ശരിക്കും പറഞ്ഞാൽ അതൊരു ഇല്ലീഗലല്ലേ. അത് നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാമല്ലോ, ചോദ്യം ചെയ്യാമല്ലോ. ഒരു പൗരന്റെ ഇപ്പൊ മലപ്പുറത്ത് താമസിക്കുന്ന വർഷങ്ങളായിട്ട് 1947 മുമ്പേ ഇവിടെ താമസിക്കുന്ന ഒരു പൗരൻ, ഒരു മുസ്ലിമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ പൗരത്വം CAA മൂലം നഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി അതായി കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ CA വായിച്ച സ്ഥിതിക്ക്, CA വായിച്ച് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഒരിക്കലും CA മൂലം അങ്ങനെ സംഭവിക്കില്ല. തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. തെറ്റിദ്ധാരണ വളരെ ഒരു പ്രശസ്തനായ അഡ്വക്കേറ്റിനോട് ഒപ്പമാണ് നമ്മളിരിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്കും പറയാനുണ്ട്. ഇവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമില്ലാത്ത, ക്രൈസ്തവരില്ലാത്ത ഒരു രാജ്യം ഒരിക്കലും ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി, വോട്ടുകൾക്ക് വേണ്ടി ഏതൊരു നിയമത്തെയും തെറ്റിദ്ധാരണ പരത്തി സമൂഹത്തിൽ ഇങ്ങനെ വർഗീയ വിഷം വിളമ്പുന്നത്, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അതൊരു ശരിയായ ജനാധിപത്യ സംവിധാനമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാർ, നമ്മുടെ ഈ ഗ്രാമത്തിലെ വികസനങ്ങൾ സത്യത്തിൽ ഇപ്പോഴും നടന്നു എന്ന് പറയുന്നു എങ്കിലും പലയിടത്തും അതിങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. ഈ 13-ം വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും എവിടെയൊക്കെയാണ് നടന്നിട്ടുള്ളത്? പ്രധാനമായും ഞാനിവിടെ 2020 ചുമതല ഏറ്റെടുത്ത് ഞാൻ വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായി. ചെളി നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ ഈ ചെളി നിറഞ്ഞ പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്ത് വോട്ട് ചോദിക്കാൻ പോയത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെളിയിൽ ചവിട്ടിയാൽ പോയി. അത് ശരി. ഇത്രയും ചെളിച്ചോട്ട് ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് പാൻറ്റൊക്കെ പൊക്കിയാണ് പോയത്. പൊതുവെ ഇവിടുത്തെ ഒരു ഭൂമിപരമായിട്ടുള്ളൊരു സ്വഭാവമാണ്. ഭൂമിപരമായ സ്വഭാവം തന്നെയാണ്. പക്ഷേ ആ ഒരു സ്വഭാവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആത്മവിശ്വാസം അത് മാറ്റണമല്ലോ. അതിനാണല്ലോ നമ്മൾ ജനപ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തൊരു വാഗ്ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ റോഡുകളുണ്ട്, എല്ലാം ശരിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-64-40 കൊല്ലമായിട്ട് പല ആളുകൾ മാറി ഭരിച്ച ഒരു വാർഡാണെന്ന് കൂടി ചിന്തിക്കുക. മാറി ഭരിച്ചത് പറഞ്ഞാൽ CPM-ന്റെ ഒരു കുത്തക മണ്ഡലം. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കുറ്റം പറയുകയല്ല, പാർട്ടിയുടെ പ്രശ്നമല്ല ഇവിടെ. അതായത് നമ്മൾ പാർട്ടീനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ ഇരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ആ വ്യക്തികൾക്ക് ഒരു ചെറിയൊരു ഐക്യം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു MLA ഒക്കെ എന്ന് പറഞ്ഞ പാർട്ടിയല്ല, ഒരു വ്യക്തി നല്ലൊരു ഐക്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ മാറ്റി കാണിച്ചു. ഇത്രയും നാളത്തെ ഭരണം കൊണ്ട് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിക്കല്ല പ്രാധാന്യം, നല്ലൊരു വ്യക്തിയാണോ, വികസന കാഴ്ചപ്പാടുള്ള ഒരാളാണെങ്കിൽ ഒരു സംശയവും വേണ്ട, സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഭരണം. അല്ലാതെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. മറ്റു പ്രധാനപ്പെട്ട മാറ്റം വന്നത് എവിടെയാണ് നാടിൽ? മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പഞ്ചായത്ത് മെമ്പറായ സ്ഥിതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനേ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിയിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ഓടയുടെ നിർമ്മാണങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഫണ്ട് നമ്മളുടെ ഫണ്ടല്ല, MLA ഫണ്ടുകളാണ്, അല്ലെങ്കിൽ സർക്കാർ ഫണ്ടുകളാണ്. അപ്പോൾ ഈ സർക്കാർ ഫണ്ടുകൾ എന്ന് പറയുമ്പോഴേക്ക് ഈ സർക്കാർ ഫണ്ടുകൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഈ ഓട ഇല്ലാത്തൊരു വാർഡാണ് ശരിക്കും പറഞ്ഞാൽ. ഓടയില്ല, ഹൈവേയുടെ സൈഡിൽ ഓടയില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കയറി എന്ന മുതൽ നിരന്തര നിയമ പോരാട്ടമാണ്. പരാതി കേസ് അങ്ങനെ ആ കേസുകളും പരാതികളും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫണ്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് അവർ ആ പരാതി പരിഹരിക്കുകയും ചെയ്തു, അപ്പോൾ ഇത് ഇടുകയും ചെയ്തു.
അപ്പം വക്കീൽ എന്ന നിലയിലാണ് ഞാൻ ആ കാര്യം ചെയ്തത്. അതിനേക്കാൾ ഏറ്റവും അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം വൈപ്പിങ്കര ഏറ്റവും നേരിടുന്ന പ്രധാന പ്രശ്നം കുടിവെള്ളമാണ്. അങ്ങ് നോക്കൂ. അപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ കൊടുത്ത പോലീസ് പ്രൊട്ടക്ഷൻ കേരള ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത വളരെ വലിപ്പത്തിന്റെ മാത്രമല്ല, ഏകദേശം 2009 മുതൽ ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തതാണ്. 2009-10 മുതലാണ് ഇത് പൂർത്തീകരിച്ചത്. ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷമാണ്. പക്ഷെ ഞാൻ മെമ്പറായ ശേഷം എന്റെ ഫണ്ട് കൊണ്ടല്ല, കോടതിയിൽ പരിശ്രമം എന്നല്ല, കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഞാൻ കൊണ്ടുവന്ന് പണി കഴിപ്പിച്ചതാണ്. ഒരു സംശയം വേണം. തീർച്ചയായും അഭിനന്ദനങ്ങൾ. സാർ, ഈ വെള്ളം വളരെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. മത്സ്യത്തൊഴിലാളികൾ, കൂലിത്തൊഴിലാളികൾ, അവരുടെയൊക്കെ വെള്ളം, അവരുടെ വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറി വരുന്ന ഒരു പ്രശ്നം, അത് എത്രത്തോളം പരിഹരിക്കും? അല്ല, അത് പരിഹരിക്കപ്പെടുത്തി കൂടുതലും ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ ധാരാളം വീടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത്, അപ്പോൾ വാർഡ് മെമ്പർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഡോർ ടു ഡോർ എല്ലാ വീടുകളെ അറിയാവുന്നത്, എല്ലാ വ്യക്തികളെ അറിയാവുന്നത്, ഒരാളുടെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നത് വാർഡ് മെമ്പർക്കാണ്. അപ്പോൾ നമ്മൾ ഡോർ ടു ഡോർ പോയി ആവശ്യമുള്ള ആളുകളെ പരമാവധി ലിഫ്റ്റിപ്പെടുത്തിയിട്ടുണ്ട്, പരമാവധി ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ പദ്ധതികളെ പറ്റി കൂടുതൽ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അവരോട് അത് പ്രകാരം ഭവന വായ്പയ്ക്ക് അപേക്ഷ വെച്ച് അങ്ങനെയും കുറച്ച് വീടുകൾ ഇവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും തീരണമെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ട് സാധിക്കില്ല, MLA കൊണ്ടും സാധിക്കില്ല. അതൊക്കെ സെൻട്രൽ ഫണ്ടുകളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സെൻട്രൽ ഫണ്ടുകൾ മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും എന്നൊരു ആരോപണം ഉണ്ടല്ലോ സംസ്ഥാന സെൻട്രൽ ഫണ്ടുകൾ തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ഇപ്പം അത് പറയുമ്പോൾ ജലജീവൻ പദ്ധതി പ്രകാരം എൻ്റെ വാർഡിൻ്റെ പ്രത്യേകത ഉണ്ട്. 100% എല്ലാ വീട്ടിലും വാട്ടർ കണക്ഷൻ ഉണ്ട്. ഞാൻ വന്നതിന് ശേഷം കൊടുത്തതാണ്. കാരണം ഏകദേശം ഞാൻ വന്നതിന് ശേഷം നല്ലൊരു രീതിയിൽ വാട്ടർ കണക്ഷൻ കൊടുത്തു, സൗജന്യമായിട്ട് കൊടുത്തു. അതായത് കുടിവെള്ളത്തിന് ഇവിടെ ഈ ഒരു 13-ാം വാർഡ് ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. കുടിവെള്ള കണക്ഷൻ എല്ലാ വീടുകളിലും ഉണ്ട്. അതായത് ജലജീവൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ ഉണ്ട്. ആർക്കും ഇവിടെ പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ഒരു അവസ്ഥയില്ല. കാരണം അത് സെൻട്രൽ ഫണ്ടാണ്. ജലജീവൻ പദ്ധതി സെൻട്രൽ ഫണ്ടാണ്. അപ്പോൾ അതെല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നൊരു പദ്ധതിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് സ്കീമാണ്. എൻ്റെ വാർഡിൽ ഒരു 75% ആൾക്കാർക്ക് ഞാനത് കൊടുത്തു കഴിഞ്ഞു. അത് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞതിൽ BJP-കാർ മാത്രമാണോ ഉള്ളത്, അതോ എല്ലാ പാർട്ടികളിലുള്ളവരുണ്ടോ? ഈ വാർഡ് BJP വാർഡല്ലല്ലോ, ഇത് പരമ്പരാഗത ഇടതുപക്ഷ വാർഡാണ്. അപ്പൊ ഇവിടത്തെ കൊടുത്തതും എല്ലാത്തിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അത് BJP അല്ല, BJP-കാരല്ലാത്ത ആളുകളാണ്, അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ഷൻ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. BJP-ക്ക് വലിയ പ്രതീക്ഷയുള്ള ചില ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ ഇത്തവണ ഉണ്ട്. പ്രധാനമായും തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. എന്ത് തോന്നുന്നു? സുരേഷ് ഗോപിയും ചന്ദ്രശേഖരൻ അങ്ങനെ താമര വിരിയിക്കുവാനുള്ള സാധ്യതയുണ്ടോ? എന്തു വന്നാലും 400-നടുത്ത സീറ്റുമായിട്ട് കേന്ദ്രത്തിൽ മോദി വീണ്ടും അധികാരം. അത് ശരി തന്നെയാണ്. കേരളത്തിലെ കാര്യം സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയായിരിക്കാം, ചന്ദ്രശേഖർജിയും നല്ലൊരു വ്യക്തിയായിരിക്കും. തീർച്ചയായും ആ വ്യക്തിപ്രഭാവമല്ല വോട്ട് നിർണ്ണയിക്കുന്നത്. കേരളത്തിൽ അടിസ്ഥാന ബൂത്ത് വർക്കുകളാണ് ഓരോ മണ്ഡലവും ജയിക്കുന്നതിന് പിന്നിൽ. അല്ലാണ്ട് ഒരു വ്യക്തി നല്ലതായിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീധരൻ സാർ ജയിച്ചില്ലല്ലോ. അപ്പം അതല്ല, അടിസ്ഥാന ബൂത്ത് വർക്കുകൾ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ജയസാധ്യതയുണ്ട്. അല്ല, പ്രോഡക്റ്റ് നല്ലതാണ്, നല്ല വ്യക്തികളാണ്, അടിസ്ഥാന ബൂത്ത് വർക്ക്. പക്ഷേ ഇപ്പോഴും ഒരു BJP എന്ന പ്രസ്ഥാനത്തിൽ നിന്നിട്ടും സാറിന് ഉറപ്പിച്ച് പറയുക, ഈ വിജയത്തെക്കുറിച്ച് പറയുവാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ അടിസ്ഥാന വർക്ക് ചെയ്ത് ജയിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അടിസ്ഥാന വർക്കിൽ ഉണ്ണിയ കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. ഒരു നല്ലൊരു ഫിഗർ കൊണ്ടെന്ന് വെച്ചിട്ട് എന്ത് കാര്യമായിരിക്കണം? അതല്ല, എന്ത് വന്നാലും കേന്ദ്രത്തിൽ വീണ്ടും മോദി അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. അടിസ്ഥാന ബൂത്ത് വർക്കുകൾ ഉള്ള സ്ഥലങ്ങളിൽ സാധ്യതയല്ല, ജയിക്കും. സാധ്യത എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷ BJP-ക്ക് ഉണ്ട്. ഇനി സാർ, കേന്ദ്ര നേതൃത്വത്തിലുള്ള വലിയ ബന്ധങ്ങൾ സാറ് സൂക്ഷിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്? അത് ഭാരതീയ ജനതാ മസ്ദൂർ സംഘം എന്നൊരു സംഘടനയുണ്ട്, തൊഴിലാളി വെൽഫെയർ സംഘടനയാണ്. അത് ഓം ശാന്ത് പ്രകാശ് ജാട്ടവ് എന്ന് പറയുന്ന പഴയ അധികം സീനിയറായിട്ടുള്ളൊരു BJP ലീഡറിൻ്റെ സംഘടനയാണ്. അദ്ദേഹമാണ് ഈ സംഘടനയുടെ നാഷണൽ പ്രസിഡന്റ്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ആ സംഘടനയുടെ ഈ കേരള സ്റ്റേറ്റിൻ്റെ അധ്യക്ഷൻ ആകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ BJMSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ ഇതുവഴി അത്യാവശ്യം നല്ല രീതിയിലുള്ള കേന്ദ്ര നോർത്ത് ഇന്ത്യൻ മന്ത്രിമാരുമായിട്ടൊക്കെ അത്യാവശ്യമുള്ളൊരു സുഹൃബന്ധമുണ്ട്. അപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ വിനിയോഗിക്കും. ഇതൊരു നമ്മുടെ മത്സ്യബന്ധന ബോട്ടാണിത്. മത്സ്യമൊക്കെ പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന സാധാരണ തൊഴിലാളികളാണ് ഒക്കെ സാറിൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്, വീടിന് വളരെ അടുത്താണ്. അവരൊക്കെ ഇനി ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്.
വലിയൊരു അഭിമാന വികസനത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു. അതെ. ഇനി അഡ്വക്കേറ്റിൻ്റെ മനസ്സിൽ ഈ നാടിനെ കുറിച്ചുള്ള വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ നാടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർഡ് വികസനത്തിനേക്കാൾ ഉപരി ഈ മണ്ഡലം വികസിക്കണം, മണ്ഡലത്തിനേക്കാൾ ഉപരി നമ്മളുടെ കേരള സംസ്ഥാനം വികസിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ മാസങ്ങളേ ഉള്ളൂ ഈ സ്ഥാനത്ത്. അപ്പോൾ കുറച്ച് റോഡുകളുണ്ട്, അതെല്ലാം തീർക്കണം. പിന്നെ അതുകൂടാതെ വ്യക്തിഗത ആനുകൂല്യങ്ങളുണ്ട്, അതായത് കട്ടിലുകൾ, ലാപ്ടോപ്പുകൾ, വീടിൻ്റെ മെയിൻ്റനൻസുകൾ, അതെല്ലാം പരമാവധി എത്തിച്ചു കൊടുക്കണം. പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ ഈ തോടുകൾക്കൊക്കെ ആഴം കൂട്ടിയിട്ടുണ്ട്, ആഴം കൂട്ടി നീരൊഴുക്കൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഒരു കൽഭിത്തികളൊക്കെ നിർമ്മിക്കണം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്താനും മാസങ്ങൾ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. തുടരാനുള്ള ഒരു താല്പര്യം ഇല്ലേ? അല്ല, തുടരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏകദേശം ഇവിടെ ഭരിച്ചു, എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ആളുകൾ ഭരിച്ചിട്ടെ, എല്ലാവരും മാറി മാറി ഭരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്കാളും അതായത് വ്യക്തമായി മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നർത്ഥം. അതെ അതെ, നല്ലതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു തന്നെ സംസാരിക്കണമല്ലോ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധിച്ചു. രാഷ്ട്രീയത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതിനോടൊപ്പം വളരെ ക്രിമിനൽ ജനറലായിട്ടുള്ള എല്ലാ കേസുകളും എടുത്ത് വലിയൊരു അസോസിയേറ്റ്സിനെ നയിക്കുന്നു. അതായത് ജീവിതത്തിൽ ഒരു നിമിഷം പോലും വിശ്രമിക്കുവാൻ സമയമില്ലാത്ത ഒരു മാതൃക കൂടിയാണ്. നന്നായിരിക്കട്ടെ, ഈ നാട് ഇനിയും വികസിക്കട്ടെ, അങ്ങയുടെ ഈ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ചാനൽ 91 എല്ലാവിധമായ ആശംസകളും. ഇത്രയും സമയം തിരക്കിട്ട സമയമാണെന്നറിയാം, ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് പ്രത്യേകം നന്ദി. ഞങ്ങൾ ചാനൽ 91 ആത്മാർത്ഥമായ ചോദ്യങ്ങളാണ് ഓരോ മെമ്പർമാരോടും ചോദിക്കുന്നത്. സത്യസന്ധമായി മറുപടി പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് കേൾക്കുവാനാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇതുവരെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജനപഞ്ചായത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക. ക്യാമറാമാൻ ബിനു ജോർജിനൊപ്പം ബിജു കിഴക്കനേല, ചാനൽ 91 ന്യൂസ്.